ജനാർദ്ദനക്കുറുപ്പാണ്. ഇന്ന് വാശിയോഗം എന്നുള്ള പുസ്തകത്തിൽ 12ാമത്തെ പ്രാണായാമങ്ങളും മുദ്രകളിൽ നിന്ന് രുദ്രയാമം എന്നുള്ള തന്ത്രഗ്രന്ഥത്തിൽ നിന്നെടുത്താണ്. കുംഭക പ്രാണായാമം. പ്രാണായാമത്തിൻ്റെ അർത്ഥം ശ്വാസഗതിയെ അല്പസമയത്തേക്ക് തടയുക എന്നതാണ്. ശ്വാസം സാവധാനം വലിച്ച് വയർ നിറയ്ക്കുക, ശ്വാസം പിടിക്കുക, ശ്വാസം സാവധാനം വിടുക, അല്പസമയം ശ്വാസം സാവധാനം പുറത്തു നിർത്തുക, സാവധാനം വലിക്കുക എന്നിങ്ങനെയാണ് ശ്വാസക്രമം. യോഗികൾ ഇത് അല്പസമയം കൂടി എല്ലാറ്റിനും കൊടുക്കുന്നു. നിയന്ത്രിതമായ ശ്വാസക്രിയ ചെയ്യുന്നതാണ് പ്രാണായാമം. യോഗഭാഷയിൽ ശ്വാസം എടുക്കുന്നതിന് പൂരകം എന്നും ശ്വാസം പിടിക്കുന്നതിന് അന്തരകുംഭകം എന്നും ശ്വാസം സാവധാനം വിടുന്നതിന് രേചകം എന്നും ശ്വാസം പുറത്തു നിർത്തുന്നതിന് ബാഹ്യകുംഭകം എന്നും പറയുന്നു. എത്രയധികം നേരം കൊണ്ട് ശ്വാസം വലിക്കുന്നതും ശ്വാസം പിടിക്കുന്നതും ശ്വാസം വിടുന്നതും എന്നാണ് യോഗികൾ പരിശ്രമിക്കുന്നത്. ഓരോ മുക്കിലൂടെയും വലിക്കുന്നു, 2 മുക്കിലൂടെയും വലിക്കുന്നു. ഇങ്ങനെ പല വിധത്തിലും പ്രാണായാമം ചെയ്യുന്നുണ്ട്. രേചകവും അതുപോലെ 1ലൂടെ 2ലും കൂടി ചെയ്യുന്നുണ്ട്. പൂരകത്തിന് എടുക്കുന്ന സമയത്തേക്കാൾ 4 ഇരട്ടി സമയം കുംഭകത്തിനും 2 ഇരട്ടി സമയം രേചകത്തിനും എടുക്കണം. 1:4:2 എന്നൊരു നിയമമുണ്ട്. എന്നാൽ രണ്ടാമതൊരു പരിചയമുള്ളത് പൂരകത്തിന് എടുക്കുന്ന സമയത്തിൻ്റെ ഇരട്ടി കുംഭകത്തിനും അത്ര തന്നെ രേചകത്തിനും എന്നാണ്. 1:2:2 എന്ന്. ശരീരത്തിൻ്റെ അവസ്ഥ. കുംഭക പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുമ്പോഴും കുംഭം ചെയ്യുമ്പോഴും ശരീരത്തിൽ പ്രാണവായു നിറഞ്ഞ് എല്ലാ കോശങ്ങളും നിറയുന്നു. ശ്വാസം സാവധാനം വിടുമ്പോൾ നിറഞ്ഞ കോശങ്ങൾ സാവധാനം ഒഴിയുന്നു. ഈ സമയത്തിനകം പ്രാണശക്തിയെ കൂടുതൽ ആഗിരണം ചെയ്യാൻ കോശങ്ങൾക്ക് കഴിയുന്നു. കുംഭകം ചെയ്യുമ്പോൾ നട്ടെല്ല് നിവർത്തി പിടിച്ചിരിക്കണം. ഇഷ്ടമുള്ള ആസനങ്ങളിൽ ഇരിക്കാം. മൂലബന്ധം ചെയ്യാം. ശ്വാസം പുറത്തു നിർത്തി ഉഡ്ഡ്യാനബന്ധവും ചെയ്യാം. ശ്വാസം നെഞ്ചിലേക്ക് എടുത്ത് ഉഡ്ഡ്യാനം ചെയ്യാം. ഭസ്ത്രിക പ്രാണായാമം. ഓരോ മൂക്കിലൂടെയും ശ്വാസം എടുത്ത് ശക്തിയിൽ കളയുന്നതാണ് ഭസ്ത്രിക പ്രാണായാമം. വേഗം കൂട്ടി മിനിറ്റിൽ 40 തവണ വരെ ആക്കാം. അതായത് ഇടത് മൂക്ക് അടച്ച് വലത്ത് മൂക്കിൽ കൂടെയും ഭയങ്കര ഫോഴ്സിൽ വിടാം. ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ. അതുപോലെ ഓരോ മൂക്കിലൂടെ 5 തവണ അങ്ങനെ ഭയങ്കര ഫോഴ്സിൽ കളയണം. എടുക്കാനുള്ള സമയം എടുക്കരുത്, അത് തന്നെ വന്നോളും. 5 തവണ വലത്തെ മൂക്കിൽ കൂടെയും പിന്നെ 5 തവണ ഇടത്തെ മൂക്കിൽ കൂടെയും വിടുന്നതാണ്. അങ്ങനെ നമ്മുടെ ഗുദം, പൊക്കിൾ, പിന്നെ നെഞ്ച്, കഴുത്ത്, നെറ്റി, തല ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഇടത് വലത് ഭാഗങ്ങൾ, ഇടത് ഭാഗത്തൊരു 5 തവണ, വലത് ഭാഗത്ത് അങ്ങനെ അപ്പോൾ ഒരു 60 തവണ ഈ 6 സ്ഥലങ്ങളിൽ 5 ഇടതും വലുതാകുമ്പോൾ 60 തവണ വീതം ഭയങ്കര ഫോഴ്സിൽ വിടണം. അപ്പോൾ ശരീരത്തിലുള്ള മുഴുവൻ ശ്വാസം, പിന്നെ വായുക്കെട്ടുകൾ, കഫക്കെട്ട്, നീർക്കെട്ട് എല്ലാം പൊയ്ക്കോളും. ശരീരം ശുദ്ധമാവും. ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ പുറത്തു പോകും. അതിനാണ് താഴ്ത്തുനിന്ന് തന്നെ വലിച്ച് കളയണത്. കപാൽഭാതി എന്നുള്ളത് പൊക്കിളിന് താഴെ ഉദരം ഉള്ളിലേക്ക് ഏക്ക് വലിച്ച് ശ്വാസത്തെ മൂക്കിലൂടെ വിടുന്നതാണ്. ഇത് വേഗം ചെയ്യണം. മിനിറ്റിൽ 80 തവണ കുറഞ്ഞ ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ ചെയ്യണം. ഭയങ്കര വേഗത്തിലും ചെയ്യണം. അപ്പോൾ അത് കപാൽഭാതി. ഒരു പമ്പ് പോലെയാണത്. ഭയങ്കര ഫോഴ്സിൽ പ്രവർത്തിക്കുമ്പോൾ കിണറ്റിലെ വെള്ളം മോട്ടർ വലിച്ച് പുറത്തേക്ക് വിടുന്ന തരത്തിലുള്ള ഒരു ക്രിയയാണ് ഈ കപാൽഭാതി കൊണ്ട്. ഭയങ്കര ഫോഴ്സിൽ ചെയ്താൽ ഇത് രണ്ടും കൂടി ചെയ്യണം. ഭസ്ത്രിക പ്രാണായാമവും കപാൽഭാതിയും കൂടി ഒന്നിച്ച് ചെയ്താൽ പിന്നെ പഞ്ചവായുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രാണൻ, അപാനം, ഉദാനം, സമാനം, വ്യാനം തുടങ്ങിയുള്ള പ്രാണങ്ങളും ഉപപ്രാണങ്ങളും ഉദാനം, ജയൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചലിക്കും. ആ ചലിക്കുന്നതിന് ശക്തിപ്പെടുത്താൻ ചലിച്ചാൽ മാത്രമേ പിന്നെ അടങ്ങിക്കിടക്കുന്ന പ്രാണനെ ചലിപ്പിക്കുമ്പോൾ ആ പ്രാണന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റാൻ അതിന് പറ്റുള്ളൂ. അപ്പോൾ ശരീരം കൂടുതൽ പുഷ്ടിപ്പെടുകയും ആരോഗ്യം ഉണ്ടാകുകയും അതുപോലെ തന്നെ അതിൻ്റെ കാഴ്ച, കേൾവി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ വൃത്തിയായിട്ട് പ്രവർത്തിക്കാം. അതുപോലെ ഉദരങ്ങളിലും നെഞ്ചിലുമുള്ള അവയവങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇത് പ്രാണനെ ചലിപ്പിക്കുന്നതുകൊണ്ടുണ്ടാകുന്നു. ആ പ്രാണനെ ചലിപ്പിക്കുന്നതിനും ഭസ്ത്രിക കപാലഭാതിയും വളരെ ഉപയോഗം ചെയ്യും. അതിന് ചലിപ്പിക്കാൻ വേറെ മറ്റു മാർഗങ്ങളില്ല. വാശിയോഗം കൊണ്ടും ചലിക്കും.
ഇത് ഭസ്ത്രിക പ്രാണായാമം അങ്ങനെ ഓരോരോ മൂക്കിലൂടെ ഭയങ്കര ഫോഴ്സിലായിരിക്കണം. 1 മീറ്റർ 2 മീറ്റർ എത്താവുന്ന തരത്തിൽ ഭയങ്കര ഫോഴ്സിൽ വേണം ചെയ്യാൻ. കപാലഭാതിയും ഭയങ്കര വേഗത്തിൽ ചെയ്യാനുള്ള പമ്പിങ് രീതിയിൽ ചെയ്യാം. അപ്പോൾ അതെല്ലാം വളരെ ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും നന്നായിട്ടുള്ള 2 വളരെ വേഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഭസ്ത്രിക പ്രാണായാമവും കപാലഭാതിയും. ഇനി അടുത്ത ദിവസം പറയാം. നമഃ ശിവായ.